വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുഴപ്പമില്ല, വീഡിയോ കോൾ ചെയ്യണ്ട. ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ മിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞതിനെ കൊണ്ട് ചെയ്യിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീമാ പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനുവിനെ എനിക്ക് അറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്? ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു എന്താടാ എന്ത് എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല. എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? അല്ല, നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി. ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ് നിന്റെ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? എടാ, പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? നിന്റെ തെളിവുണ്ടോ? എങ്ങനെ ഗെയിം മൊമെന്റോ? ബിഗ് ബോസിൽ അനീഷ് ചെയ്ത ഒരു നല്ല 4 ഗെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു. അതിന്റെ എന്താ അനുമോളിന് നീ PR ചെയ്യുന്ന പോലെ എനിക്ക് PR ചെയ്യേണ്ട കാര്യമില്ല. അഖിലെ, ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്നതെന്ന് കേക്ക്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? ഞാൻ പറഞ്ഞ വീഡിയോ നീ കേട്ടോ? മൊത്തമായിട്ട് കേട്ടു. നീ പറഞ്ഞത് ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ. കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു. അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് PR ഉണ്ടാക്കാൻ നടക്കുന്നു. ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ടായിരിക്കാന്ന് പറഞ്ഞു. കേക്ക് ആയിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ PR ചെയ്തതെന്ന്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പറയുന്നത് അനുമോളുടെ നീ പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാലോ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ? നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ? എനിക്കെന്താ പ്രശ്നം? പണം തന്നവൻ ജിൻഡോയുടെ PR ചെയ്തു പബ്ലിക്കായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. ആര് പറഞ്ഞു? നിനക്ക് പണം കൊടുത്ത് ചെയ്തതാണെന്ന് പറയുന്നു. നീ അത് ചെയ്തു പബ്ലിക്കില് അല്ല. പണം കൊടുത്തതിനൊക്കെ അതിനൊരു സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാവല്ലോ. പണം തന്നതിനൊരു തെളിവുണ്ടാവല്ലോ. ആ തെളിവ് കാണിക്കാനേ പൊന്നുപോലെ ഞാൻ പറയുന്നുള്ളൂ. എടാ, ഞാൻ ലോജിക്കലായിട്ടൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്തക്ക് വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ്? അഖിലെ, നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ. നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നിന്നെ തന്തക്ക് വിളിക്കാൻ എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എടാ പാടാന്ന് നിന്നെ വിളിക്കാൻ പാടില്ലേ?
എന്താ നീ എന്നെ വിളിച്ചിട്ട് എന്തോ ആദ്യം സംസാരിച്ചത്? എടാ പോടാ നിന്നെ എടാ